നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് ഡിപെൻഡ് ചെയ്യുന്നത് ഒന്ന് കല്ലിന്റെ ലൊക്കേഷനാണ്. ഇപ്പൊ കിഡ്നിയിലുള്ള കല്ലിനുള്ള ട്രീറ്റ്മെന്റ് അല്ല മൂത്രനാളിയിൽ സ്റ്റക്കായിരിക്കുന്ന കല്ലിന്റെ ട്രീറ്റ്മെന്റ്, അതുപോലെയല്ല ബ്ലാഡറിലുള്ള ഒരു സ്റ്റോണിന്റെ ട്രീറ്റ്മെന്റ്. ഇപ്പം തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ശബരി അത് മാത്രമല്ല, നമുക്കല്ലാത്ത കാൽഷ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺസ്, പിന്നെ ഇൻഫെക്റ്റീവ് സ്റ്റോൺസ് ഉണ്ട്, ട്രിപ്പിൾ ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ഉണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്റ്റോൺസ്. പിന്നെ റെയർ ആയിട്ട് കണ്ടുവരുന്ന സ്റ്റോൺസ് ആണ് സിസ്റ്റീൻ സ്റ്റോൺസും, പിന്നെ മറ്റ് മരുന്നുകൾ കഴിക്കാൻ നേരത്ത് വരുന്ന ചെറിയ റെയർ ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് കണ്ടുവരുന്നത് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസും നമ്മുടെ നാട്ടിൽ പിന്നെ വരുന്നത് യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണ്. ഡോക്ടർ, ഈ ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, അതായത് കാൽഷ്യം ഓക്സലേറ്റ് കൂടുതലടങ്ങിയ നെല്ലിക്ക, നട്ട്സ്, അതൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്? ഇപ്പൊ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്? കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാണ്. നമ്മുടെ രക്തത്തിൽ നോർമലായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ് കാൽഷ്യം, ഓക്സലേറ്റ്, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ് എല്ലാം. അതിനെല്ലാം കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നു. അപ്പൊ ഈ ഫിൽട്ടർ ചെയ്ത് അതിനെ അലിയിച്ച് മൂത്രം വഴി കളയിട്ട് നമ്മൾ ബോഡിയിൽ നിന്ന് വെളിയിലോട്ട് എക്സ്ക്രീറ്റ് ചെയ്യാണ് കിഡ്നിയുടെ ജോലി. ബട്ട് ദി പ്രോബ്ലം ഈസ്, നമ്മുടെ ഈ ബോഡിയിൽ ഈ പറഞ്ഞ മിനറൽസ് എല്ലാം ഒരു അളവിന് കൂടുതൽ വരുമ്പോൾ, അത് ഫിൽട്ടർ ചെയ്ത് ജാസ്തി ഫിൽട്ടർ ചെയ്ത് കിഡ്നിയിൽ വരുമ്പോൾ അത് ക്രിസ്റ്റൽസ് ആയിട്ട് സ്റ്റോറേജ് ആയിട്ട് കിഡ്നിയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഈ ക്രിസ്റ്റൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെള്ളം കുറവാണ് കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസോൾവ് ചെയ്യാതെ അത് കിഡ്നിയിൽ ഇരുന്ന് തന്നെ സ്ലോലി അഗ്രിഗേറ്റ് ജോയിൻ ചെയ്തിട്ട് ഒരു സ്റ്റോൺ ആയിട്ട് മാറുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സ്റ്റോൺ വരാതിരിക്കാനായിട്ട്, ബോഡിയിൽ സ്റ്റോൺ വരാതിരിക്കാനായിട്ടുള്ള ചില കെമിക്കൽസും ഉണ്ട്. മാഗ്നീഷ്യം, പൊട്ടാഷ്യം, സിട്രേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ കുറവ് വന്നാലും ഈ സ്റ്റോൺസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിഡ്നിയിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് വരാൻ. എത്ര വലുപ്പമുള്ള കല്ലുകൾ വരെ നമുക്ക് മരുന്നുകളിലൂടെ മാറ്റാൻ പറ്റും? അതിനൊരു പ്രത്യേകം കട്ട് ഓഫ് ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. എങ്കിലും നമ്മുടെ യൂഷ്വൽ പ്രാക്ടീസിൽ നമ്മളൊരു 6 മില്ലിമീറ്ററോ അതിന് താഴോട്ടുള്ള കല്ലുകളോ പോവാനുള്ള സാധ്യത കൂടുതലാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം. അപ്പൊ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ പെയിൻ റിലീഫാണ്. കാരണം കല്ല് ഇറങ്ങി വരുമ്പോൾ എന്തായാലും വേദന ഉണ്ടാവും. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് വെച്ചാൽ നമ്മൾ മൂത്രനാളി ഒന്ന് വികസിക്കാനായിട്ട് റിലാക്സന്റ് ആയിട്ട് ഒരു മരുന്ന് കൊടുക്കും. അതിന് കൂടെ തന്നെ മൂത്രം ജാസ്തിയായിട്ട് വരാനായിട്ട് ഡയൂറിറ്റിക് മരുന്ന് കൊടുക്കും. അപ്പം മൂത്രനാളി തുറന്നു വെച്ച് മൂത്രം കൂടുതൽ ഉണ്ടാവാനായിട്ട് പേഷ്യന്റ് അടുത്ത് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കാനും പറയും. ഒരു 16 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറയും. സോ ദാറ്റ് അത് മൂത്രമായിട്ട് മാറിയിട്ട് ആ മൂത്രം ആ കല്ലിനെ പുഷ് ചെയ്ത് ബ്ലാഡറിലോട്ട് ഇറക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ കൺസർവേറ്റീവ് മെഷേഴ്സ്. അപ്പൊ യൂഷ്വലി നമ്മൾ ഒരു 6 മില്ലിമീറ്റർ ഓർ ലെസ് ദാൻ ദാറ്റ് നമ്മൾ പറയും സാധ്യത കൂടുതലാണ്. ഇത് സൈസ് മാത്രമല്ല ഇമ്പോർട്ടന്റ്, എവിടെയാണ് കല്ല് സ്റ്റക്കായിരിക്കുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു കല്ല് മൂത്രനാളിയുടെ താഴെ ഭാഗത്താണ് സ്റ്റക്കായിരിക്കുന്നത്. ദാറ്റ് ഹാസ് ഗോട്ട് എ മോർ ചാൻസ് ടു പാസ് rather than a stone അങ്ങ് മേളിൽ സ്റ്റക്കായിരിക്കും. ദൂരം 25 സെന്റിമീറ്റർ താഴെ ഇറങ്ങി വരണ്ടേ. അപ്പൊ അങ്ങനെയുള്ള കല്ലിനെയും കാട്ടും താഴെ സ്റ്റക്കായിരിക്കുന്ന കല്ലുകൾക്കാണ് പാസ് ചെയ്യാനുള്ള സാധ്യത. ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് അൾട്രാസൗണ്ടിൽ അറിയാൻ പറ്റില്ല. അൾട്രാസൗണ്ടില് നല്ലൊരു അൾട്രാസോണോളജിസ്റ്റ് എടുക്കുമ്പോൾ, സ്കാൻ എടുക്കുമ്പോൾ, അത് മാത്രമല്ല കുടലിൽ വലിയ ഗ്യാസ് ഒന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് പ്രോക്സിമൽ യൂറിറ്റർ എന്നുവെച്ചാൽ യൂറിറ്ററിന്റെ മേലത്തെ ഭാഗം, താഴത്തെ ഭാഗം, ഈ രണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാം. പക്ഷെ ഈ നടുക്കത്തെ ഭാഗമാണ് ഒരു ഗ്രേ ഏരിയ. അത് കാരണം എന്ന് വെച്ചാൽ അതിന് മുമ്പിൽ കൂടെ നമ്മുടെ സ്മോൾ ബവലെല്ലാം കുടലുകൾ പോകുന്നു. അപ്പൊ കുടലിനകത്ത് ഗ്യാസും വെള്ളവും ഉള്ളതുകൊണ്ട് ഈ എക്കോസ് പാസ് ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് മിഡിൽ യൂറിറ്ററിൽ ചിലപ്പോൾ കല്ല് കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് വഴി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് കിഡ്നിയുടെ വീക്കമുണ്ട്, മേലത്തെ ഭാഗം യൂറിറ്ററിൽ വീക്കമുണ്ട്, ഡൈലറ്റേഷൻ. അപ്പോൾ വി കൻ അസ്യൂം ദാറ്റ് ദേർ ഇസ് എ തടസ്സം ബിലോ ദാറ്റ്. അത് വെച്ച് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും എവിടെയായിരിക്കണം ആ കല്ല് തടസ്സമുള്ളത്. അത് മാത്രമല്ല പേഷ്യന്റ് സിംറ്റംസും ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ നടുക്കത്തെ ഭാഗത്തുള്ള കല്ല് ഒരു വേദന വരുമ്പോൾ ഈ വയറിന്റെ ഒരു സൈഡിൽ നിന്ന് വേദന ഇങ്ങനെ താഴോട്ട് നമ്മുടെ ബ്ലാഡറിന്റെ ആ ഏരിയയിലോട്ട് റേഡിയേഷൻ വരും. താഴെ ഇരിക്കുന്ന കല്ലുകൾ യൂഷ്വലി ഈ റേഡിയേഷനെയും കാട്ടും കൂടുതൽ ഇറിറ്റേറ്റീവ് സിംറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. ഈ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്ന രീതിയിലുള്ള സിംറ്റംസ്.
ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, പോയി കഴിഞ്ഞാൽ അധികം മൂത്രം വരില്ല, മനസ്സിലായില്ലേ? എവിടെ പേനുകൾ സിംറ്റംസും വേരി ചെയ്യാം. അപ്പൊ അതൊക്കെ വെച്ചൊരു ഐഡിയ കിട്ടും. പിന്നെ കിഡ്നിക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് EFW ലൈറ്റ് അടിച്ച് പൊടിക്കാൻ പറ്റും ചെറിയ കല്ലുകൾ. പിന്നെ വരുന്നത് സൈസ് വലുതാകുമ്പോൾ അത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള സർജറീസ് വേണ്ടി വരും. അതിൽ ഏറ്റവും 2 സെന്റിമീറ്ററിൽ കൂടുതലായിട്ടുള്ള കല്ലുകൾക്ക് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ചെയ്തു വരുന്ന ഓപ്പറേഷനാണ് PCNL, പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി. അതെന്ന് വെച്ചാൽ ചെറിയ 2 സെന്റിമീറ്റർ ഇൻസിഷൻ നമ്മൾ സ്കിന്നിലിട്ട് അതുവഴി നമ്മൾ പഞ്ചർ ചെയ്യും. കിഡ്നിയുടെ ബാക്കിലായിട്ട് വരും. അത് അവിടുന്ന് നമ്മൾ പഞ്ചർ ചെയ്ത് കിഡ്നിയുടെ അകത്ത് കയറി അതിന്റെ അകത്ത് കൂടെ ഒരു ഡൈലേറ്റർ അല്ലെങ്കിൽ ഒരു ഗൈഡ് വെയർ ഇട്ട് ആ ഗൈഡ് വെയറിന് മേലെ കൂടെ നമ്മൾ ഓരോ ഡൈലേറ്റേഴ്സ് ഇട്ട് കിഡ്നിക്കകത്തോട്ട് ഒരു കേവ് ഉണ്ടാക്കുകയാണ്. ആ ദ്വാരത്തിന്റെ അകത്ത് കൂടെ കല്ല് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ലേസർ വെച്ച് അല്ലെങ്കിൽ പൊടിച്ചു കളയാണ് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നിയുടെ ഒരു വലിയൊരു കല്ല് നീക്കം ചെയ്താലും തൊലിപ്പുറത്ത് ആകെപ്പാടെ ഒരു 2 സെന്റിമീറ്ററിന്റെ ഇൻസിഷനെ കാണുള്ളൂ. ഇത് കേൾക്കാൻ വളരെ എളുപ്പമാണെങ്കിലും ഇത് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഓപ്പറേഷനാണ്. കോംപ്ലിക്കേഷൻ ആയിട്ട് ബ്ലീഡിങ്ങും ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഓപ്പറേഷൻസിലാണ് നമ്മൾ യൂഷ്വലി ലാപ്രോസ്കോപ്പി ആയിട്ട് ചെയ്യാം. പല കല്ലുകൾക്കും നമുക്ക് എസ്പെഷ്യലി യൂറിറ്റ് മൂത്രനാളികളുള്ള കല്ലുകളോ അല്ലെങ്കിൽ പെൽവിസ് എന്ന് പറയും കിഡ്നിയുടെ അകത്ത്, അതിൻ്റെ അകത്തുള്ള കല്ലുകൾ ലാപ്രോസ്കോപ്പിക് ആയിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും, സർജറി നീക്കാൻ പറ്റുന്നതാണ്. എനിക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് അമൃതയിൽ പോയിട്ട് അത് പൊടിച്ചു കളഞ്ഞിരുന്നു. വീണ്ടും ചെറിയൊരു കല്ലുണ്ട്. അപ്പൊ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഇത് കൂടുമെന്ന് പറയുന്നത് ഇങ്ങനെ പറയപ്പെടുന്നു. അത് എന്തൊക്കെ ആഹാരങ്ങളാണ്? ഇതിന് കഴിക്കാൻ പറ്റിയ മെഡിസിൻ ഉണ്ടോ? ഓപ്പറേഷൻ അല്ലാതെ എന്നുള്ളതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. അതെ, നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് കല്ലിന്റെ ലൊക്കേഷനാണ്. ഇപ്പൊ കിഡ്നിയിലുള്ള കല്ലിനുള്ള ട്രീറ്റ്മെന്റ് അല്ല മൂത്രനാളിയിൽ സ്റ്റക്കായിരിക്കുന്ന കല്ലിന്റെ ട്രീറ്റ്മെന്റ്, അതുപോലെയല്ല ബ്ലാഡറിലുള്ള ഒരു സ്റ്റോണിന്റെ ട്രീറ്റ്മെന്റ്. ഇപ്പം പൊടിച്ചു കളയാന്ന് പറഞ്ഞാൽ യൂഷ്വലി കിഡ്നിക്കകത്തുള്ള ഒരു ലെസ് ദാൻ 2 സെന്റിമീറ്റർ സൈസുള്ള ഒരു കല്ലാണെങ്കിൽ അതിനെ പൊടിച്ചു കളയുന്ന രീതിയിൽ ESW എന്ന് പറയും, ഇലക്ട്രോ മാഗ്നറ്റിക് ഷോക്ക് വേവ് ലിത്തോട്രിപ്സി. ആ ട്രീറ്റ്മെന്റിനെയാണ് യൂഷ്വലി നമ്മൾ പൊടിച്ചു കളയാന്ന് പറയുന്നത്. അത് കിഡ്നിയിൽ കാണുന്ന ഒരു താരതമ്യേന സൈസ് കുറഞ്ഞ ഒരു കല്ലിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അത്. പിന്നെ ലേസർ വെച്ചുള്ള ട്രീറ്റ്മെന്റും ചെയ്യാം ഈ സെയിം സൈസ് ഉള്ളത്. അതിന് നമ്മൾ ചെറിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് കിഡ്നിയുടെ അകത്ത് കയറിയിട്ട് ലേസർ വെച്ചും പൊടിച്ചു കളയാം ഈ മാതിരി സൈസുള്ള കല്ല്.